എബിഷി നമ്മൾ പറഞ്ഞു വന്നത് പുഞ്ചിരി മഠത്തെക്കുറിച്ചായിരുന്നു. അവിടെയും കൂടുതൽ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് കൂടുതൽ ആൾക്കാരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. നിരവധിയായിട്ടുള്ള 80ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ ജില്ലയിൽ മാത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെയുള്ള ഒരു പരിശോധനയിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കാണാനില്ല എന്ന് പറഞ്ഞവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ കാണാതായിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടെ ഈ പ്രദേശത്ത് മിസ്സിംഗ് ആണ്. ഇവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ യന്ത്രങ്ങൾ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവ ഭാഗമായതുകൊണ്ട് തന്നെ, പ്രഭവ കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെയാണ് കൂടുതൽ ആഘാതം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുമാണ് ഈ പ്രദേശവാസികൾ ഇവിടെ നിന്ന് വ്യക്തമാക്കുന്നത്. അങ്ങനെ അതായത് എല്ലാവർക്കും എല്ലാ മേഖലകളിൽ നിന്നും പ്രദേശവാസികളായിട്ടും അവിടെ ജനിച്ചു വളർന്ന ആൾക്കാർക്കും പറയാനുള്ളത് അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ എല്ലാം തുടച്ചു നീക്കി പോയിട്ടുള്ള ഒരു ഉരുൾപൊട്ടലിൻ്റെ വേദനയും ആഘാതവും അവർക്ക് പരിചയക്കാരെ കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓരോ മേഖലയിൽ നിന്ന്. അത് പുഞ്ചിരിവട്ടം പോയാലും അട്ടമലയാണെങ്കിലും മുണ്ടക്കൈ ആണെങ്കിലും ഒക്കെ അവിടെ നിന്നൊക്കെ സംസാരിക്കുന്നത് ഒരേ അനുഭവ കഥകളും ഒരേ നേർചിത്രങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അവർക്കൊക്കെ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ഉറ്റവർ, അവരെ കണ്ടെത്തുക. അത് ദുരിതാശ്വാസ ക്യാമ്പുകളും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന നിലമ്പൂർ ജില്ലാശുപത്രി അടക്കമുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹാൾ അടക്കമുള്ളവർ അവിടെയൊക്കെ ഫോട്ടോകളടക്കം ഉപയോഗിച്ചുകൊണ്ട്, ചിത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തുകയാണ്. പക്ഷേ അവിടെ അതായത് അവരെ ഉറ്റവരെ കാണാത്തൊരാശങ്ക, അവരുടെ ഫോണുകളിൽ ബന്ധപ്പെടാൻ കഴിയാത്തൊരാശങ്ക തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഐബോർഡും ബൂം എക്സ്കവലേറ്ററും അടക്കമുള്ളവ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ മേഖലയിൽ, മുണ്ടക്കൈ അടക്കമുള്ള മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കർണാടകയിലെ ദുരന്തമുണ്ടായപ്പോൾ അടക്കം ഈ ബൂം എക്സ്കവലേറ്ററിനെ കുറിച്ച് സംസാരിച്ചതാണ്. അതായത് നീണ്ട കൈയോട് കൂടിയിട്ടുള്ള വലിയ മണ്ണുമാന്തി യന്ത്രമാണ് ഈ ബൂം എസ്കലേറ്റർ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഉള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇനി നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ കോൺക്രീറ്റ് പാളികളടക്കം മാറ്റി വീടുകൾ ഇടിഞ്ഞു പോയിട്ടുള്ള വീടിൻ്റെ ഭാഗമടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധനകൾ നടത്താൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ രക്ഷാപ്രവർത്തകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ യന്ത്രഭാഗങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ്, സർവകക്ഷി യോഗം ഇപ്പോൾ ചേരുന്നുണ്ട്. അതിലടക്കം ഈ യന്ത്രങ്ങളുടെ കുറവ് അവതരിപ്പിക്കണം അല്ലെങ്കിൽ അത് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രദേശവാസികൾ പറയുന്നു. എന്തായാലും ഇവിടെ നിലമ്പൂർ ജില്ലാശുപത്രിയിലും മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലുമാണ് പരിക്കേറ്റവരെ അടക്കം ഇവിടെ നിന്ന് ജീവനോടെ കണ്ടെത്തുന്ന ആൾക്കാരെ അടക്കം മാറ്റി പാർപ്പിക്കുന്നത് ഈ മേഖലകളിലെ ഈ ആശുപത്രികളിലേക്കാണ്. പക്ഷേ വയനാട് ഈ ആശുപത്രികളുടെ കുറവുകൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കോഴിക്കോടോ എറണാകുളമോ തിരുവനന്തപുരത്തോ ഉള്ളതുപോലെയുള്ള ഒരു മെഡിക്കൽ സംവിധാനങ്ങൾ വയനാട് ജില്ലയിലില്ല. മലയോര മേഖലയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾ ഇല്ലാത്തത് മൂലം പല ജില്ലകളിൽ നിന്നുമായി ഡോക്ടർമാരെയും ഫോറൻസിക് വിദഗ്ധരെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങളടക്കം മറ്റ് ജില്ലകളിൽ നിന്ന് എത്തിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഫ്രീസർ അടക്കമുള്ളവ കൂടുതലായി എത്തിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 240 പേരെയാണ് കാണാനില്ലെന്ന് പറയുന്നത്. ഈ കാണാനില്ലാത്തവരെല്ലാം മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, അതായത് 240 പേരെ കാണാനില്ല, അവർ എല്ലാവരും ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്. അങ്ങനെ സംഭവിക്കരുത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ഒരു ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കാൻ പറ്റുമെങ്കിലും 240 പേരെ കാണാനില്ല. 240 പേരും ഈ മണ്ണിനടിയിൽ ഈ ദുരന്തത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി അത്രത്തോളമാണ്. കൂടാതെ നേരത്തെ നമ്മളോട് സംസാരിച്ച പ്രദേശവാസി പറഞ്ഞത് ഒരു ശരീരഭാഗം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പല ഭാഗങ്ങളായി 75ലധികം ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ മാത്രം ചാലിയാർ പുഴയുടെ തീരത്ത് നടക്കം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഈ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും കിട്ടിയിട്ടുള്ള ശരീരഭാഗങ്ങൾ വേറെയാണ്. അങ്ങനെ ഈ എണ്ണങ്ങളടക്കം നമ്മൾ കണക്കുകൾ കൂട്ടി നോക്കുമ്പോൾ ഈ ദുരന്തം ഇത്ര ചെറിയൊരു കിലോമീറ്ററിനുള്ളിൽ എത്ര പോരെ ഒരു കിലോമീറ്ററിനുള്ളിൽ ഉണ്ടായിട്ടുള്ളൊരു ദുരന്തം, എത്ര പേർ മരിക്കുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള അയൽവാസികളും ബന്ധുക്കളും ആയിട്ടുള്ളവർ, തങ്ങളുടെ മക്കളും ഭാര്യയും സഹോദരിയും അടക്കമുള്ളവർ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം, അത് ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തമായി മാറുന്നു. അതിൻ്റെ വ്യാപ്തി, ഈ കാണാതായവരുടെ എണ്ണം കൂടി പരിശോധിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ചാലിയാർ പുഴയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബോട്ടുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് നേവി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഈ ചാലിയാർ പുഴയിൽ പരിശോധനകൾ നടത്തുന്നത്. ഈ ചാലിയാർ പുഴയിൽ നിന്നാണ് ഇപ്പോൾ ഒരു മൃതദേഹങ്ങൾ കൂടി ലഭിച്ചിട്ടുള്ളത്. കൂടാതെ ഈ ചാലിയാർ പുഴയുടെ വിവിധ കരഭാഗങ്ങളിൽ നിന്ന് ഈ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നു എന്നൊക്കെ വ്യക്തമാക്കുന്നു. കൂടാതെ
ലഭിക്കുന്ന മൃതദേഹങ്ങൾ ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള 3 മൃതദേഹങ്ങളിൽ അതിൽ 2 പേരെ ആരാണ് എന്നുള്ളത്, സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വികൃതമായ രീതിയിലാണ് അവരുടെ മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ ഹൃദയഭേദകമായി, അതായത് നമുക്ക് ഒരിക്കലും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അത്രയേറെ കണ്ണീരണിയിക്കുന്ന കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ അനവധിയായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധികൾ അടക്കമുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതകൾ അടക്കമുണ്ട്. അതുകൊണ്ട് അതൊക്കെയുള്ള ഒരു മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ചികിത്സ ആവശ്യമുള്ളവർ, രോഗം പിടിപെട്ടവർ, വൃദ്ധരായിട്ടുള്ളവർ, കുഞ്ഞു മക്കൾ അടക്കമുള്ളവർ, മുലപ്പാൽ കുടിക്കുന്നവർ, അങ്ങനെ തങ്ങളുടെ അതായത് അമ്മമാരുടെ കൂടെ മാത്രം നിൽക്കേണ്ട അത്ര പോലെ പ്രായമുള്ള മക്കളൊക്കെ ആ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തങ്ങളുടെ അമ്മയെയും അച്ഛനെയും കാണാതെ, മാതാപിതാക്കളെ കാണാതെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരെയൊക്കെ ആലോചിച്ചാണ് ഈ ദുരന്തം ഉണ്ടാക്കിയ ഒരു ആഘാതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സങ്കടത്തോടെയല്ലാതെ അല്ലെങ്കിൽ വിഷമത്തോടെയല്ലാതെ ഈ ഒരു വിവരം പങ്കുവയ്ക്കാനാകില്ല. അങ്ങനെ പക്ഷേ അതിനപ്പുറത്തേക്ക് വൈകാരികമായി ഈ ഒരു ദുരന്തത്തെ നേരിടുന്നതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തകർ അതിതീവ്ര ശ്രമം അത്രയേറെ ദുഷ്കരമായി. ഈ രക്ഷാപ്രവർത്തനത്തിന് 1:30 അന്ന് ഈ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് 1:15 ഈ ഒരു ദുരന്തം ശബ്ദം കേട്ട് പുറത്തിറങ്ങിയവർ ഇന്നും ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടെ 3-ാം ദിവസവും നിൽക്കുന്നു, കൂട്ടായി നിൽക്കുന്നു. ഭക്ഷണമില്ലാതെ, ഉറക്കമില്ലാതെ, രാവും പകലും എന്നില്ലാതെ തങ്ങളുടെ ഉറ്റവരെ പരിശോധിക്കാനായി, തങ്ങളുടെ ഉറ്റവരെ അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്തുന്നത് വരെയുള്ള രക്ഷാപ്രവർത്തനം തുടരുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്താണ് ഇവർ ഇപ്പോൾ ഇവിടെ പ്രവർത്തികൾ പൂർത്തിയാക്കുന്നത്, രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുന്നത്. എന്തായാലും ഇതിൽ രക്ഷാപ്രവർത്തകരും അടക്കം പറയുന്നത് ഇനി അധികം ആൾക്കാരെ അവിടത്തേക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ്. അതായത് രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായി ഇനി അധികം ആൾക്കാരെ ഈ ഒരു ഭാഗത്തേക്ക് ആവശ്യമില്ല. അത് ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ തടസ്സമാകും. അതുകൊണ്ട് പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരെ മാത്രമാണ് ഇപ്പോൾ ഇവിടത്തേക്ക് കയറ്റി വിടുന്നത്. കൂടുതൽ ആൾക്കാർ എത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പുകളുടെ പ്രവർത്തനമാണ്. അത്രയേറെ സുഗമമായി ഇതുവരെ ഒരു പരാതി പോലും ലഭിക്കാതെയാണ് ഈ ക്യാമ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ഭക്ഷണമാണെങ്കിലും വസ്ത്രങ്ങളടക്കമുള്ളവ ലഭ്യമാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കരുതലുകളും, അതായത് ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് വേണ്ട എല്ലാ കരുതലുകളും നൽകാൻ വേണ്ടി കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള എല്ലാ മനുഷ്യസ്നേഹികളും സന്നദ്ധ പ്രവർത്തകരും ഒന്നായി പ്രവർത്തിച്ചുകൊണ്ട് ഭക്ഷണം എത്തിക്കുന്നു, വസ്ത്രം എത്തിക്കുന്നു. അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പല സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ ഒരു കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മണ്ണിനടിയിൽ പുതഞ്ഞുപോയവർ ഇനി ജീവനോടെ ഇവരെ തിരിച്ചെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. പക്ഷേ ഈ വിവിധ റിസോർട്ടുകളിലും പള്ളികളിലും ഒക്കെയായി അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലായി ഈ ഒരു ആൾക്കാർ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഇവിടത്തേക്ക് എത്തിക്കുക. അവരെ എത്രയും വേഗം തന്നെ, അവർക്ക് 3 ദിവസമായി ഭക്ഷണം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്, വെള്ളം പോലും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളടക്കം നടത്തുക എന്നതാണ്. എന്തായാലും സർവകക്ഷി യോഗം ഇപ്പോൾ അവിടെ വയനാട് ജില്ലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇനി ഈ ഒരു ദുരന്തം അതിജീവിക്കുക, അല്ലെങ്കിൽ ഇനി നമ്മൾ ഒന്നാകെ ഈ ദുരന്തത്തിൽ ആദ്യം തൊട്ട് തന്നെ ഈ ഒരു വയനാടിനെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പുനരധിവാസ പ്രവർത്തനങ്ങൾ അടക്കം നടത്തിക്കൊണ്ട്, അതിനുള്ള ആലോചനകൾ അടക്കം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തെ കേരളം അഭിമുഖീകരിക്കുന്നത്, വയനാട് അഭിമുഖീകരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷി ജാതി മത ഭേദമന്യേ എല്ലാവരും അഭിമുഖീകരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ പരിശോധനകൾ ചുരുക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമഗ്രമായി പറഞ്ഞാൽ ഈ ഒരു പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത് ഒന്ന് ചാലിയാർ പുഴയുടെ തീരത്താണ്, മറ്റൊന്ന് മുണ്ടക്കൈയാണ്. മുണ്ടക്കൈയിൽ വീടുകൾ, 2 നില വീടുകളടക്കം താഴ്പ്രദേശങ്ങളിലേക്ക് പതിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ മുണ്ടക്കൈയിലാണ് മറ്റൊരു പരിശോധന എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടത്തും പിന്നൊന്ന് ചൂരൽ മലപ്രദേശത്തുമാണ്. ഇപ്പോൾ സമാന്തരമായി വിവിധ സംഘങ്ങളായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു പരിശോധനകൾ നടക്കുന്നത്. ഉന്നതതല യോഗം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നു. അവിടെ ജനപ്രതിനിധികളടക്കം പങ്കെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് ദ്രുതഗതിയിൽ എല്ലാ തരത്തിലും മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നു. അതിൻ്റെ കൂടെ യന്ത്രഭാഗങ്ങൾ കൂടി എത്തിച്ചുകൊണ്ട് അതിനൂതന സാങ്കേതിക വിദ്യകൾ, റിട്ടയർഡ് മേജറായിട്ടുള്ള ഇന്ദ്രബാലൻ ഇവിടത്തേക്ക് എത്തുന്നുണ്ട് ഈ ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കാനായി. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായങ്ങൾ എത്തുന്നു, സഹായ നിധികൾ എത്തുന്നു. ഐബോർഡും
ബൂം എസ്കലേറ്ററും അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകൾ, കട്ടറുകൾ, ഈ ഒരു കോൺക്രീറ്റ് പാളികളടക്കം മുറിച്ചു മാറ്റുന്നതിനായിട്ടുള്ള കട്ടറുകളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ദ്രുതഗതിയിലുള്ള ഒരു പ്രവർത്തനം. ഇന്നലത്തെക്കാളും ഈ ഒരു വേഗത ഇതിന് കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കാലാവസ്ഥയെ, പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ കൂടി ഈ കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് മേഘന, എന്തായാലും പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും അതിനെ വെല്ലുവിളിച്ചും ഒക്കെ രക്ഷാപ്രവർത്തനം അവിടെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ആ വിവരങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്തേണ്ടിയിരിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം.